അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ താരീഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ഷാം, അബവാ, ബക്ക, ജുർഹും, വലിയ നേമത്തുകളുണ്ടായി, ഹുവൈലിദ്. അതിൽ 6 ചോദ്യങ്ങളാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് വലിയ നേമത്തുകളുണ്ടായി. 2. ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിച്ച ഗോത്രം ജുർഹൂം. 3. മക്കയുടെ ഉപനാമം ബക്ക. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന് രോഗം ബാധിച്ച സ്ഥലം അബവാ. 5. സിറിയയുടെ മറ്റൊരു പേര് ഷാം. 6. ഖദീജ ബീവിയുടെ പിതാവ് ഹുവൈലിദ്. സെക്ഷൻ 2, 2 വീതം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കൾ സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ. 2. നബി തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമം ത്വയ്യിബ്, ത്വാഹിർ. 3. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുനിന്നിരുന്ന കാര്യങ്ങൾ: അക്രമം, അനീതി, ബിംബാരാധന. 4. ഹബശയിലേക്ക് ഹിജ്റ പോയ രണ്ടാം യാത്രയിലെ പ്രധാനികൾ: ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സുബൈർ ഇബ്നുൽ അവ്വാം. സെക്ഷൻ 3, വ്യക്തമാക്കാം. 1. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം: നുബുവത്തിൻ്റെ 2-ാം വർഷം. 2. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം: നുബുവത്തിൻ്റെ 6-ാം വർഷം. 3. ഹബശയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച വർഷം: നുബുവത്തിൻ്റെ 5-ാം വർഷം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം എന്ന ആൺകുട്ടിയുടെ മാതാവ് മാരിയത്തുൽ കിബ്തിയ. സെക്ഷൻ 4, ഉത്തരം എഴുതാം. 1. ഇഖ്റ എന്ന ആജ്ഞയ്ക്ക് നബി തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു? എൻ്റെ ആൻസർ മാ അന ബിഖാരിൻ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോഴാണ്? ആൻസർ നബി തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞ്. 3. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ താഹിറ എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ കാരണം? അവരുടെ വിശുദ്ധി കാരണമാണ്. 4. ഖദീജ ബീവിയുടെ സേവകന്റെ പേരെന്താണ്? ആൻസർ മൈസറത്ത്. സെക്ഷൻ 5 പൂർത്തിയാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുന്നൂറിൽ ഹിറാ ഗുഹയിൽ ആയിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു. 2. പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. 3. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. 4. 42 വർഷക്കാലം നബി തങ്ങൾ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. സെക്ഷൻ 6, ഇത് പറഞ്ഞതാരാണ്? 1. ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല. അതിൻ്റെ ആൻസർ നസ്തൂറ എന്ന പുരോഹിതൻ. 2. അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടിയുകയില്ല. ഇത് ഖദീജ ബീബി നബി തങ്ങളോട് പറഞ്ഞതാണ്. ഇത്രയും കാര്യമാണ് മൂന്നാം തരത്തിലെ താരീഖിൽ നിന്ന് വാർഷിക പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങളും തദ്രീബാത്തുകളും ഒക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.